പുതിയ UDF സർക്കാരിൽ വലിയ പ്രതീക്ഷയുമായി ബേപ്പൂർ തുറമുഖം. കപ്പൽച്ചാൽ ആഴം കൂട്ടുന്നതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത്. UDF സർക്കാർ എല്ലാത്തിനും പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇവർ. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്താണ് ബേപ്പൂർ തുറമുഖത്തെ കപ്പൽച്ചാലിന് ആഴം കൂട്ടാനുള്ള ഭരണാനുമതി നൽകിയത്. 11.80 കോടി രൂപയായിരുന്നു ഫണ്ട്. 2023 മെയ്യിൽ തുറമുഖത്ത് ഡ്രഡ്ജിംഗ് തുടങ്ങി. എന്നാൽ അടിത്തട്ടിലെ പാറയുടെ സാന്നിധ്യം കാരണം ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കാനായില്ല. സർക്കാർ ചുമതലപ്പെടുത്തിയ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ചെങ്കൽപ്പാറ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരട് റിപ്പോർട്ട് സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അന്തിമ പഠന റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ. പുതിയ സർക്കാർ ഇതിനായുള്ള നടപടികൾ ആരംഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ബേപ്പൂരിലെ വ്യാപാരികളും തൊഴിലാളികളും. നിലവിൽ 3.5 മീറ്റർ ആഴമുള്ള കപ്പൽച്ചാൽ 8 മീറ്ററാക്കി ആഴം കൂട്ടിയാൽ മാത്രമേ വലിയ കപ്പലുകൾ തുറമുഖത്ത് അടുപ്പിക്കാനാകൂ. ആയം കൂട്ടിനെ സംബന്ധിച്ച് മന്ത്രി വന്നപ്പോൾ 6 മാസം കൊണ്ട് ഒക്കെ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞ് പോയി ഫണ്ടെല്ലാം പാസ്സാക്കിയെന്ന് പറഞ്ഞാണ്. ഇന്നുവരെ ഡ്രഡ്ജിങ്ങോ കാര്യങ്ങളോ നടന്നിട്ടില്ല. ചെങ്കൽപ്പാറകൾ നീക്കി ആഴം കൂട്ടാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നേരത്തെ 82.80 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ആവിഷ്കൃത സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനം നടത്താനാണ് മാരിടൈം ബോർഡ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം സ്ലാബ് തകർന്നതും വെയിറ്റിംഗ് ഷെഡ് ചോർച്ചയും വൃത്തിയുള്ള ശുചിമുറിയില്ലാത്തതും ഉപയോഗശൂന്യമായ ക്രെയിനുകളും തുറമുഖത്തെ മറ്റു പ്രശ്നങ്ങളാണ്. ക്രെയിനുകളില്ല, ഡ്രഡ്ജിങ് ഇല്ല, അതുമാതിരി അടിസ്ഥാന ഗോഡൗണുകളില്ല. പിന്നെ വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ സാധനം ഇറക്കി വെക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതെല്ലാം നമുക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് നിന്ന് ഉണ്ടാവണമെന്നുള്ള കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ബേപ്പൂർ തുറമുഖത്ത് പരിഹരിക്കപ്പെടാത്ത ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം പുതിയ സർക്കാർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും തൊഴിലാളികളും. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. അപ്പോൾ അങ്ങനെ നമുക്ക് സർക്കാരിന് മുന്നിൽ അടിയന്തരമായി വെക്കേണ്ട പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ കമന്റ് ബോക്സിലോ ഒക്കെ പറയാം. നമുക്ക് സർക്കാരിന് മുന്നിൽ വളരെ വെക്കാം. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ സർക്കാർ ഒരു അവലോകനം നടത്തുമല്ലോ, ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കേൾക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.